നമുക്കൊരു ബാലരമ വാങ്ങിയാലോ? ബാലരമയോ? നീ എന്റെ ഹാൻഡ് ബാഗ് ഒക്കെ തൂക്കിട്ട് നിൽക്കുന്നു. യൂട്യൂബിൽ കണ്ടു നല്ല റാസാണ് എനിക്കത് പറ്റിട്ട്. അതിന് നിനക്ക് മലയാളം വായിക്കറിയോ? അറിയോ? ശരി ശരി, എന്നാൽ നമുക്ക് ഇന്ന് വാങ്ങുന്നതായിരിക്കും. നമുക്ക് മലയാളം പഠിച്ച് അടിപൊളി ബാലരമയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മലയാളം വായിക്കാൻ പറ്റും കേട്ടോ. അടുത്ത വർഷം തൊട്ട് നമുക്ക് പത്രം വരുത്താം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് നീ ബാലരമ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പത്രം വരുത്താം. ഓക്കെ. അങ്ങനെ ഞാനും ഇന്നൂസും കൂടി ബാലരമ തപ്പി ഇറങ്ങിട്ടോ. കുറേ കടയിൽ തിരഞ്ഞു നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ആകെ ടയേർഡായിട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും തരാൻ തുടങ്ങി. അപ്പോൾ ഒരു ചായക്കടയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഇന്നൂസിന് ഭയങ്കര സന്തോഷം കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ബാലരമയും വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അവനാണെങ്കിൽ അവിടെ നിന്ന് വരുന്നില്ല, അവിടെ നിന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടും ബാലരമ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചു തരാടാ, എനിക്ക് മലയാളം കുറച്ചൊക്കെ അറിയുള്ളൂ, അപ്പം ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞപ്പം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിച്ചൊക്കെ കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടോ. ബാലരമ തുറന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ബാലരമ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ഓരോരുത്തർ വായിക്കും, അല്ലെങ്കിൽ കൂട്ടത്തോടെ ഒരാൾ വായിക്കും, ബാക്കിയുള്ളവർ ഇങ്ങനെ കേട്ടിരിക്കും. അതൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊക്കെ ഉള്ള ടി വി ഫോണൊക്കെ, അന്ന് ടി വിയും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു സംഭവമായിരുന്നു. ഇതുപോലെ എല്ലാവർക്കും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ.